ഡിയർ ഫ്രണ്ട്സ്, പ്രോട്ടീൻ പൗഡേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് ഡ്രിങ്ക്സിൻ്റെ ദോഷവശങ്ങൾ എന്തെന്ന് നോക്കാം. മുടി കൊഴിച്ചിൽ. നമ്മുടെ മുടി നിർമ്മിച്ചിരിക്കുന്നത് കെരാട്ടിൻ എന്ന പ്രോട്ടീൻ കൊണ്ടാണ്. എന്നാൽ പ്രോട്ടീൻ്റെ അമിതമായ ഉപയോഗം ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണിനെ ഉത്തേജിപ്പിക്കുവാനും അതുവഴി DST എന്ന രാസപദാർത്ഥം ഉണ്ടാകുവാനും ഇടയാക്കുന്നു. രക്തത്തിലെ DST സാന്നിധ്യം മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. മുഖക്കുരു. നമ്മുടെ ത്വക്കിൻ്റെ സ്നിഗ്ധത കാത്തു സൂക്ഷിക്കുന്നത് സെബം ആണ്. എന്നാൽ പ്രോട്ടീൻ്റെ അമിത ഉപയോഗം ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ ശരീരത്തിൽ ഉണ്ടാകുവാനും ഇത് സെബം അമിതമായി ഉൽപ്പാദിപ്പിക്കുവാനും മുഖക്കുരുവിനും കാരണമാകുന്നു. ദഹന പ്രശ്നങ്ങൾ. അമിതമായ പ്രോട്ടീൻ ഉപയോഗം നമ്മുടെ ദഹന വ്യവസ്ഥയെ തന്നെ സ്തംഭിപ്പിക്കാം. വയറിളക്കം, വയസ്തംഭനം, മനം പുരട്ടൽ, ഗ്യാസ് മുതലായ അവസ്ഥകൾക്ക് കാരണമാകാം. വൃക്കരോഗങ്ങൾ. ശരീരത്തിൽ പ്രോട്ടീൻ വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് അമോണിയ. അമോണിയ യൂറിയ ആവുകയും യൂറിയ മൂത്രത്തിലൂടെ വൃക്ക വഴി പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഉയർന്ന പ്രോട്ടീൻ്റെ ഉപയോഗം വൃക്കകൾക്ക് ഉയർന്ന സമ്മർദ്ദം നൽകുകയും വിവിധ തരം വൃക്കരോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഹോർമോൺ വ്യതിയാനങ്ങൾ. ഉയർന്ന പ്രോട്ടീൻ്റെ ഉപയോഗം ശരീരത്തിലെ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയിൽ വ്യതിയാനം വരുത്താനും ഗർഭഛിദ്രം, ജനന വൈകല്യങ്ങൾ മുതലായവയ്ക്ക് കാരണവുമാകുന്നു. എല്ലുകൾക്കുള്ള ബലക്ഷയം. എല്ലുകൾക്ക് മിനറൽ ലോസ് വഴി ബലക്ഷയം സംഭവിക്കുവാൻ ഉയർന്ന പ്രോട്ടീൻ്റെ ഉപയോഗം കാരണമാകുന്നു. ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോപോറോസിസ് മുതലായവയിലേക്കൊക്കെ ഇവ നയിക്കാം. കരൾ രോഗങ്ങൾ. ഉയർന്ന പ്രോട്ടീനും കുറഞ്ഞ കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഭക്ഷണരീതി നമ്മുടെ ശരീരത്തെ കീറ്റോസിസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഇവിടെ ശരീരം കൊഴുപ്പിനെയാണ് പ്രധാന ഊർജ്ജസ്രോതസ്സായി എടുക്കുന്നത്. ഇത് രക്തത്തിൻ്റെ അമ്ലത, അതായത് അസിഡിറ്റി കൂട്ടുവാനും നിരന്തരമായുള്ള ബ്ലഡ് അസിഡിറ്റി കരൾ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. നിർജ്ജലീകരണം. തീർച്ചയായും പ്രോട്ടീനുകൾ ശരീരത്തിൻ്റെ നിർമ്മാണ ഘടകങ്ങളാണ്. എന്നാൽ അമിതമായ ഉപയോഗം നിർജ്ജലീകരണത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര, മറ്റു കെമിക്കൽസ്, പ്രിസർവേറ്റീവ്സ് എല്ലാം പ്രമേഹം, ഹൃദ്രോഗം, ക്യാൻസർ മുതലായവ വരാനുള്ള സാധ്യത കൂട്ടുന്നു. പഠനങ്ങൾ പറയുന്നത് ആവശ്യത്തിലധികമുള്ള പ്രോട്ടീൻ്റെ അളവ് അത് ഭക്ഷണത്തിലൂടെ ആയാലും ഹെൽത്ത് ഡ്രിങ്ക്സിലൂടെ ആയാലും ശരീരത്തിന് ദോഷം തന്നെ. കൃത്യമായ ഭക്ഷണക്രമത്തിലൂടെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീൻ ഉറപ്പാക്കുകയും കൂടിപ്പോകാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക.